നമസ്കാരം. നടിയെ ആക്രമിച്ച കേസിലെ മെമ്മറി കാർഡിൽ അട്ടിമറി നടന്നുവെന്ന സ്ഥിരീകരണം വന്ന വാർത്താദിനമാണ് ഇന്ന്. 3 തവണ മെമ്മറി കാർഡ് പരിശോധിച്ചുവെന്നാണ് വസ്തുതാന്വേഷണ റിപ്പോർട്ട്. ആം ആദ്മി പാർട്ടിക്ക് ഇന്ന് കൂടുതൽ തിരിച്ചടികളുടെ ദിവസമാണ്. സുപ്രീം കോടതിയിൽ നിന്ന് വന്ന തിരിച്ചടിക്ക് പിന്നാലെ ഡൽഹി മന്ത്രി രാജിവെക്കുക കൂടി ചെയ്തു. ഹിറ്റ് സിനിമാ നിർമ്മാതാവ് ഗാന്ധിമതി ബാലൻ അന്തരിച്ചു. ഇന്ന് സംഭവിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ വിശദമായി പരിശോധിക്കാം. സ്വാഗതം. ഇന്ന് സംഭവിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് ആദ്യം. നടിയെ ആക്രമിച്ച കേസിൽ പ്രധാന തെളിവായ മെമ്മറി കാർഡിൽ അനധികൃത പരിശോധന നടന്നുവെന്ന പരാതി ശരിവച്ച് ജില്ലാ ജഡ്ജിയുടെ റിപ്പോർട്ട്. അങ്കമാലി മാജിസ്ട്രേറ്റ് ലീന റഷീദ്, ജില്ലാ ജഡ്ജിയുടെ പേഴ്സണൽ അസിസ്റ്റന്റ് മഹേഷ്, വിചാരണ കോടതി ശിരസ്തദാർ താജുദ്ദീൻ എന്നിവർക്കെതിരെയാണ് വസ്തുതാന്വേഷണ റിപ്പോർട്ടിലെ പരാമർശം. തെളിവുകൾ ശേഖരിക്കാതെയുള്ള വസ്തുതാന്വേഷണ റിപ്പോർട്ട് കുറ്റക്കാരെ സംരക്ഷിക്കാനാണെന്ന് ആരോപിച്ച് അതിജീവിത ഹൈക്കോടതിയെ സമീപിച്ചു. എസ് ശ്രീകാന്ത് വിശദാംശങ്ങളുമായി. ശ്രീകാന്ത്, ഏതായാലും ഇത്തരം പരാതി അത് സ്ഥിരീകരിക്കുമ്പോൾ ഏറ്റവും ഞെട്ടിക്കുന്ന ഒരു വിവരമാണ് പുറത്തു വരുന്നത്. അത് മാജിസ്ട്രേറ്റ് കൂടാതെ സ്റ്റാഫ്, PA ഉൾപ്പെടെയുള്ളവർ ഇത് പരിശോധിക്കുന്നു, ഏറെക്കാലം കയ്യിൽ വച്ചുകൊണ്ടിരിക്കുന്നു എന്നൊക്കെയുള്ളത് നമുക്ക് വിശ്വസിക്കാനാകാത്ത തരത്തിലേക്കുള്ള കാര്യങ്ങളാണ്. പക്ഷേ അപ്പോഴും ഈ വസ്തുതാന്വേഷണ റിപ്പോർട്ടിൽ അതിജീവിത പരാതിപ്പെടുന്നുണ്ട്. അത് ഏത് സാഹചര്യത്തിലാണ് ക്രിമിനൽ കേസ് എടുക്കണമെന്ന ആവശ്യം, ഏത് സാഹചര്യത്തിലാണ് അവർ ഈ പുറത്തു വന്ന കാര്യങ്ങൾ അത് സംരക്ഷിക്കാനുള്ള ശ്രമമാണ് എന്ന് പറയുന്നതിന്റെ സാഹചര്യം കൂടി എന്താണ്? അനുജ, നമ്മുടെ കോടതികളിൽ സംഭവിക്കുന്നത് എന്താണ് എന്ന ചോദ്യം ഉയർത്തുന്നതാണ് ഇന്ന് ഈ നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട പുറത്തു വന്ന വിവരങ്ങൾ. അതായത് ഞെട്ടിക്കുന്ന വിശദാംശങ്ങളാണ് അന്വേഷണ റിപ്പോർട്ടിൽ ഉള്ളത്. അതായത് 3 തവണ അനധികൃത പരിശോധന ഈ മെമ്മറി കാർഡിൽ നടന്നു. അതിൽ ഒന്നൊരു മജിസ്ട്രേറ്റ് ആണ് അത് പരിശോധിച്ചത്. അങ്കമാലി മജിസ്ട്രേറ്റ് ലീന റഷീദ് അത് സ്വകാര്യമായി കൈവശം വെച്ചു 1 വർഷം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവരോട് ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് അങ്ങനെ കൈവശം വെക്കാം എന്ന് കരുതി വെച്ചതാണെന്നാണ് പറയുന്നത്. നിരുത്തരവാദപരമായ മറുപടി എന്ന് മാത്രമേ ഇതിനെ പറയാനാകൂ. രണ്ടാമത്തെയാൾ ഒരു ജില്ലാ ജഡ്ജിയുടെ PA ആണ്. സ്വന്തം വിവോ ഫോണിലിട്ട് അയാൾ ആ ദൃശ്യങ്ങൾ പരിശോധിച്ചു എന്നുള്ളതാണ് പറയുന്നത്. ജില്ലാ ജഡ്ജി പറഞ്ഞതനുസരിച്ചാണ് താനത് ചെയ്തതെന്ന് അയാൾ പറയുന്നു. അങ്ങനെ പരിശോധിച്ച ഫോൺ കാണാതായി എന്ന് കൂടിയാണ് അയാൾ ചൂണ്ടിക്കാണിക്കുന്നത്. അതും ദുരൂഹമാണ്. പക്ഷേ ഈ ജില്ലാ ജഡ്ജി പറഞ്ഞിട്ടാണോ ഇയാൾ ഇത് പരിശോധിച്ചത് എന്നറിയാൻ ജില്ലാ ജഡ്ജിയുടെ മൊഴി പോലും എടുത്തിട്ടില്ല ഈ അന്വേഷണ കമ്മീഷൻ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. ഇനി മറ്റൊന്ന്, ഇത് സൂക്ഷിക്കാൻ ഏൽപ്പിച്ച വിചാരണ കോടതിയിലെ ശിരസ്താർ താജുദ്ദീൻ ഇത് പരിശോധിച്ചു എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരം. അദ്ദേഹത്തിന് ഇത് സൂക്ഷിക്കാനുള്ള അനുമതി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അദ്ദേഹം ഈ ദൃശ്യങ്ങൾ പരിശോധിച്ചു എന്നും മനസ്സിലാകുന്നു. ഇപ്പോൾ അതിജീവിത ഹൈക്കോടതിയിലേക്ക് എത്തിയിട്ടുണ്ട്. അവർ പറയുന്നത് ഇങ്ങനെയാണ്: ഈ വസ്തുതാന്വേഷണ റിപ്പോർട്ട് റദ്ദാക്കണം, മെമ്മറി കാർഡ് ചോർന്ന സംഭവത്തിൽ കേസെടുത്ത് അന്വേഷിക്കണം, IG റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥനായിരിക്കണം ഇതിന്റെ ചുമതല നൽകേണ്ടത്, ജില്ലാ സെഷൻസ് ജഡ്ജിയുടെ അന്വേഷണം സഹപ്രവർത്തകരെ സംരക്ഷിക്കാനാണ് എന്നവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. മെമ്മറി കാർഡ് അനധികൃതമായി പരിശോധിച്ചതിൽ തെളിവ് ശേഖരിച്ചില്ല. കാരണം ഇങ്ങനെ ഒരു സംഭവം നടന്നാൽ പോലീസിനെ അറിയിച്ച് അതിന്മേൽ നടപടി ഉണ്ടാകേണ്ടതാണ്. അതുണ്ടായില്ല. എത്രയും വേഗം പോലീസ് അന്വേഷണം നടത്തണമെന്നും അവർ ആവശ്യപ്പെടുന്നു. എന്തായാലും വെള്ളിയാഴ്ച ഈ കേസ് ജസ്റ്റിസ് K ബാബുവിന്റെ ബെഞ്ച് മുമ്പാകെ എത്തുന്നുണ്ട്. ആ ഘട്ടത്തിൽ അറിയാം എന്താണ് കോടതിയുടെ തീരുമാനമെന്ന്. എന്തായാലും ഇത്ര പ്രമാദമായ കേസിൽ ഈ നടന്ന വീഴ്ച നീതീകരിക്കാനാവുന്നതല്ല, ഞെട്ടിക്കുന്നതാണ്. നടിയെ ആക്രമിച്ച കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായ മെമ്മറി കാർഡ് പരിശോധിച്ചിട്ടുണ്ട്, അത് ജില്ലാ ജഡ്ജി ഉൾപ്പെടെയുള്ളവർ പരിശോധിച്ചിട്ടുണ്ട് എന്നുള്ള ഏറ്റവും ഞെട്ടിക്കുന്ന വിവരമാണ് പുറത്തു വന്നത്. എസ് ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത്. ഇന്ന് സംഭവിച്ച മറ്റൊരു വളരെ പ്രധാനപ്പെട്ട വാർത്ത വരുന്നത് തലസ്ഥാനത്ത് നിന്നാണ്. ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിക്ക് വൻ തിരിച്ചടി. മന്ത്രി രാജ്കുമാർ ആനന്ദ് രാജിവെച്ചു. പാർട്ടി പ്രഖ്യാപിത തത്വങ്ങളിൽ നിന്ന് വ്യതിചലിച്ചെന്നും അഴിമതിയിൽ മുങ്ങിയെന്നും ആരോപിച്ചാണ് രാജ്കുമാർ ആനന്ദിന്റെ രാജി. പാർട്ടി അംഗത്വത്തിൽ നിന്നും രാജ്കുമാർ ആനന്ദ് രാജിവെച്ചു. അതേസമയം മദ്യനയ അഴിമതി കേസിൽ അരവിന്ദ് കെജ്രിവാളിന്റെ ഹർജി അടിയന്തരമായി കേൾക്കാനാകില്ലെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. ഡൽഹി മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് BJP പ്രതിഷേധം ശക്തമാക്കുകയാണ്. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി. ബൽറാം, കോടതിയിൽ നിന്ന് വരുന്ന തിരിച്ചടി, പക്ഷേ അതിനേക്കാളൊക്കെ എത്രയോ ഇരട്ടിയിലധികം ഉള്ള പ്രഹരം എന്ന തരത്തിൽ വിശേഷിപ്പിക്കപ്പെടാവുന്നതല്ലേ ഈ മന്ത്രിയുടെ രാജി? അദ്ദേഹം ഇതിനു മുൻപ് നമുക്കറിയാവുന്നതുപോലെ മദ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ട് EDയുടെ ചോദ്യം ചെയ്യലിന് വിധേയനായിട്ടുണ്ട്. പരിശോധനകൾ നടത്തിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വസതിയിലെന്നാണ് മനസ്സിലാക്കുന്നത്. ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഒരു രാജിയിലേക്ക് പോകാനുണ്ടെന്ന സാഹചര്യം എന്താണ്? അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്, പക്ഷേ അതിനപ്പുറത്തേക്ക് മറ്റെന്തെങ്കിലും ഉണ്ടോ ബൽറാം? അനുജ,
അദ്ദേഹം രാജി വെക്കുന്ന ഘട്ടത്തിൽ പറഞ്ഞത് പാർട്ടി അതിന്റെ പ്രഖ്യാപിത തത്വങ്ങളിൽ നിന്നും വ്യതിചലിക്കുന്നു എന്നും അതുകൊണ്ട് തന്നെ ഇനി പാർട്ടിയിൽ തുടരാനില്ല എന്നുമാണ് രാജ്കുമാർ ആനന്ദ് രാജി പ്രഖ്യാപിക്കുന്ന ഘട്ടത്തിൽ മാധ്യമങ്ങളോട് പറഞ്ഞത്. എന്നാൽ അദ്ദേഹത്തിന്റെ രാജി വെച്ച സാഹചര്യം ഒപ്പം തന്നെ സ്ഥലം എല്ലാം തന്നെ പരിശോധിക്കുമ്പോൾ അദ്ദേഹം ഒരു വാർത്താ സമ്മേളനം വിളിച്ചോ മറ്റോ അല്ല രാജി പ്രഖ്യാപിച്ചത്. കൊണാട്ട് പ്ലേസിലെ ഒരു റെസ്റ്റോറന്റിൽ മാധ്യമങ്ങളെ വിളിച്ച് അവിടെ വെച്ച് അപ്രതീക്ഷിതമായ ഒരു പ്രഖ്യാപനം അദ്ദേഹം നടത്തുകയായിരുന്നു. കൂടുതൽ പ്രതികരണത്തിന് നിൽക്കാതെ അദ്ദേഹം അവിടെ നിന്നും മാറുകയും ചെയ്തു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ആം ആദ്മി പാർട്ടി ഇക്കാര്യത്തിൽ BJPക്ക് പങ്കുണ്ട്. അദ്ദേഹം BJP ഇതുവരെ അദ്ദേഹത്തെ അഴിമതിക്കാരൻ എന്ന് വിളിച്ചെങ്കിൽ നാളെ അദ്ദേഹം BJPയുടെ ഭാഗമാകും എന്ന പ്രതികരണം സഞ്ജയ് സിംഗ് നടത്തിയിരിക്കുന്നത്. എന്നാൽ രാജിവെക്കുന്ന തീരുമാനത്തോടൊപ്പം തന്നെ രാജ്കുമാർ ആനന്ദ് പാർട്ടിയെ കടുത്ത പ്രതിരോധത്തിലാക്കുന്ന തരത്തിലുള്ള ആരോപണങ്ങളും മുന്നോട്ട് വച്ചിരിക്കുന്നു. ദളിത് OBC വിഭാഗത്തെ പാർട്ടി അവഗണിക്കുന്നു എന്ന ആരോപണം അദ്ദേഹം മുന്നോട്ട് വച്ചിരിക്കുന്നു. ഒപ്പം തന്നെ അഴിമതി വിരുദ്ധ മുന്നേറ്റമായി വന്ന ആം ആദ്മി പാർട്ടി അതിന്റെ നേതാവ് അരവിന്ദ് കെജ്രിവാൾ നേരത്തെ പറഞ്ഞ പല കാര്യങ്ങളിൽ നിന്നും ഭിന്നമായാണ് അധികാരം ലഭിച്ചപ്പോഴുള്ള അദ്ദേഹത്തിന്റെ പെരുമാറ്റം എന്നും ഈ അധികാരം ഇവരെ മാറ്റിയിരിക്കുന്നു എന്നും ആണ്. ഒപ്പം തന്നെയാണ് ഈ പാർട്ടിയെ കൊടുക്കുന്നു എന്നാണ് കഴിഞ്ഞ ദിവസം വരെ താൻ ഉൾപ്പെടെയുള്ളവർ വിശ്വസിച്ചിരുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം ഡൽഹി ഹൈക്കോടതിയിൽ നിന്നുണ്ടായ പരാമർശങ്ങളും കോടതി ഉത്തരവും ഒരു പുനർചിന്തനത്തിന് വഴിവെച്ചിരിക്കുന്നു. ഈ കോടതി പരാമർശങ്ങളിൽ നിന്ന് തന്നെ പാർട്ടിക്ക് തെറ്റ് പറ്റിയിട്ടുണ്ട് എന്ന് തനിക്ക് ബോധ്യപ്പെട്ടു എന്നും ഇതിന്റെ എല്ലാം പശ്ചാത്തലത്തിലാണ് രാജി എന്നുമാണ്. തുടർന്ന് എന്ത് രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കും, ഏതെങ്കിലും പാർട്ടിയിലേക്ക് പോകുമോ എന്ന കാര്യങ്ങളിൽ ഒന്നും തന്നെ അദ്ദേഹം പ്രതികരിക്കാൻ നിന്നിട്ടില്ല. അതേസമയം ഇതിന് പിന്നിൽ EDയുടെ സമ്മർദ്ദമാണ് എന്ന പ്രതികരണമാണ് ആം ആദ്മി പാർട്ടി നടത്തിയിരിക്കുന്നത്. ഒപ്പം അദ്ദേഹം BJPയിലേക്ക് പോകുന്നു എന്ന പ്രതികരണം പാർട്ടിയിൽ നിന്ന് തന്നെ ഉണ്ടായിരിക്കുന്നു. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം തികച്ചും പ്രതിരോധത്തിലാക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ്. അനുജ സൂചിപ്പിച്ചതുപോലെ കോടതിയിൽ നിന്നും തുടർച്ചയായി തിരിച്ചടികൾ നേരിടുന്നു. കഴിഞ്ഞ ദിവസം ഡൽഹി ഹൈക്കോടതിയിൽ നിന്നും തിരിച്ചടി നേരിടുകയും ഗൂഢാലോചനയിൽ കെജ്രിവാളിന് പങ്കുണ്ട് എന്നതിന്റെ തെളിവുകൾ ED ശേഖരിച്ചിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുകയും ചെയ്തു. ഇതിനെതിരായി സുപ്രീം കോടതിയെ സമീപിച്ചു. ഈ ഹർജി ഫയലിൽ സ്വീകരിച്ചെങ്കിലും അടിയന്തരമായി ഈ ഹർജി പരിഗണിക്കണമെന്ന കെജ്രിവാളിന്റെ അഭിഭാഷകൻ അഭിഷേക് സിംഗ്വിയുടെ ആവശ്യം കോടതി അംഗീകരിച്ചിട്ടില്ല. ഇനി വരുന്ന 4 ദിവസം അവധിയായതിനാൽ തന്നെ തിങ്കളാഴ്ച വരെ കെജ്രിവാൾ എന്തായാലും തിഹാറിൽ തുടരേണ്ടി വരും. ഒപ്പം തന്നെ അഭിഭാഷകരുമായി കൂടിക്കാഴ്ചയ്ക്ക് 5 ദിവസം അനുവദിക്കണമെന്ന അപേക്ഷയും തള്ളപ്പെട്ടിരിക്കുകയാണ്. അനുജ, ആം ആദ്മി പാർട്ടിക്ക് കനത്ത തിരിച്ചടിയായി മാറി തൊഴിൽ മന്ത്രിയുടെ രാജി. ഇന്ന് സംഭവിച്ച മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, CBI സ്റ്റാൻഡിംഗ് കൗൺസിൽ നിയമനത്തിന് അനിൽ കെ ആന്റണി 25 ലക്ഷം രൂപ വാങ്ങിയതിന് തെളിവുണ്ടെന്ന് വിവാദ ഇടനിലക്കാരൻ TG നന്ദകുമാർ. അനിൽ ആന്റണി സൂപ്പർ ദല്ലാളാണെന്ന് നന്ദകുമാർ ആരോപിച്ചു. PJ കുര്യനും PT തോമസും ഇടപെട്ടാണ് 5 തവണയായി പണം തിരികെ ലഭിച്ചതെന്നും നന്ദകുമാർ പറഞ്ഞു. അവസാനം ഞാൻ PJ കുര്യന്റെ വീട്ടിൽ ചെന്ന്, ഡെപ്യൂട്ടി ചെയർമാൻ രാജ്യസഭ, ഞാൻ പറഞ്ഞു നിങ്ങളുടെ നേതാവ് AK എന്ന മകൻ അനിൽ ആന്റണി എൻ്റെ ഇന്ന് CBIയിൽ ഇന്ന നിയമനത്തിന് കാശ് മേടിച്ചിട്ടുണ്ട്, എൻ്റെ പണം തന്നില്ല, ഞാൻ CBIയുടെ അടുത്ത് പരാതി കൊടുക്കും, ഞാനും പ്രതിയാവും, എന്നെയും റിമാൻഡ് ചെയ്യും, ഞാൻ റെഡി, വേണോ കാശ് തരണോ, പ്രസിഡന്റിനെ ഉപദ്രവിക്കരുതെന്നാണ് കുര്യൻ പറഞ്ഞത്. എന്നാൽ വിളിക്കുന്നു പറഞ്ഞു. എൻ്റെ മുമ്പിൽ നിന്ന് അനിലിനെ വിളിച്ച് അനിൽ പറഞ്ഞു ഞാൻ ഇമ്മീഡിയറ്റ് സെറ്റിൽ ചെയ്യും, ജോർജ് എനിക്ക് പണം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഏത് ജോർജ്? അന്നത്തെ ആഭ്യന്തരമന്ത്രി, കർണാടകയിൽ, ഇപ്പോഴും മന്ത്രി അദ്ദേഹം. എൻ്റെ മുമ്പിൽ നിന്ന് ലൗഡായിട്ട് ഞാൻ കേട്ടോണ്ടിരിക്കണം. കുര്യൻ പറഞ്ഞ് സൈലന്റ് ആവും, ഞാൻ മേടിച്ചു തരാം. അതിനിടെ അനിൽ ആന്റണിക്കെതിരെ പരാതിയുമായി നന്ദകുമാർ തന്നെ കണ്ടിട്ടുണ്ടെന്ന് കോൺഗ്രസ് നേതാവ് PJ കുര്യൻ വ്യക്തമാക്കി. ശ്രീ നന്ദകുമാർ ഒരിക്കൽ എന്നെ സമീപിച്ച് ശ്രീ അനിൽ ആന്റണി അദ്ദേഹത്തിന് കുറച്ച് പൈസ കൊടുക്കാനുണ്ട്, അത് കിട്ടിയില്ല, അത് ചോദിച്ചിട്ട് തന്നില്ല, അതിനകത്ത് ഞാനൊന്ന് ആ പൈസ തരാനായിട്ട് പറയണം എന്ന് പറഞ്ഞു. കെ കരുണാകരനെയും AK ആന്റണിയെയും ചതിച്ച PJ കുര്യൻ തനിക്കെതിരെ ഗൂഢാലോചന നടത്തുകയാണെന്നും നന്ദകുമാർ സ്ഥിരം കുറ്റവാളിയെന്നും അനിൽ ആന്റണി തിരിച്ചടിച്ചു. ഈ നന്ദകുമാറിനെ ഞാൻ പരിചയപ്പെട്ട റെഫറൻസ് ശ്രീ PJ കുര്യനാണ്. അദ്ദേഹം ഞാനുമായിട്ട് പരിചയപ്പെട്ടു. അവിടെ ഇരുന്ന് ഞാൻ പറയുന്നു, കുര്യൻ സാർ ഇത് ഡിനൈ ചെയ്യട്ടെ, അവിടെ ഇരുന്ന്, ഇപ്പോൾ ഓർമ്മയില്ലെന്നൊക്കെയാണ് പറയുന്നത്, പക്ഷേ നല്ല ഓർമ്മ കാണും. കാര്യം ഈ നന്ദകുമാറിനെ ഞാൻ പരിചയപ്പെട്ട റെഫറൻസ് ശ്രീ PJ കുര്യനാണ്. നന്ദകുമാർ എന്നെ വന്ന് കണ്ടു, അവിടെ വെച്ച് ശ്രീ PJ കുര്യനെ ഇദ്ദേഹം വിളിച്ചു തന്നു. കുര്യൻ സാറിൻ്റെ ആളാണെന്നും പറഞ്ഞാണ് എന്നെ പരിചയപ്പെട്ടത്. വിനീത VG വിശദാംശങ്ങളുമായി. വിനീത, ഇതിപ്പോൾ രാഷ്ട്രീയമായി എതിർചേരിയിൽ നിൽക്കുന്നവർ തമ്മിൽ ഉന്നയിക്കുന്ന ആരോപണ പ്രത്യാരോപണങ്ങൾ എന്നതിനപ്പുറത്തേക്ക് TG നന്ദകുമാർ പറയുന്നതിൽ കഴമ്പുണ്ട് എന്നാണോ മനസ്സിലാക്കേണ്ടത്?
അനുജ, അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ള ആരോപണങ്ങളിൽ ഇപ്പോഴും അദ്ദേഹം ഉറച്ചു നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഇത് സാധൂകരിക്കുന്നതിനുള്ള തെളിവുകൾ തന്റെ പക്കലുണ്ട് എന്നും അത് ആവശ്യമെങ്കിൽ താൻ പുറത്തുവിടുമെന്നും നന്ദകുമാർ പറയുന്നുണ്ട്. ഈ ദല്ലാൾ എന്ന് പറയുന്നത് അത് അനിൽ ആന്റണി ഒരു സൂപ്പർ ദല്ലാളാണ് ഡൽഹിയിലെ എന്നൊരു ആരോപണം കൂടി അദ്ദേഹം മുന്നോട്ട് വെക്കുകയാണ്. 25 ലക്ഷം രൂപ നൽകിയതിൽ അത് സാധൂകരിക്കുന്നതിനുള്ള തെളിവുകളൊക്കെ തന്റെ പക്കലുണ്ട് എന്നും പറയുന്നുണ്ട്. പരാതിയുമായി PJ കുര്യനെയും ഒപ്പം തന്നെ PT തോമസിനെയും ഒക്കെ കണ്ടിരുന്നു. അന്ന് താൻ പരാതി നൽകാൻ തുടങ്ങിയപ്പോൾ PJ കുര്യനൊക്കെ ഇടപെട്ടത് കൊണ്ടാണ് ആ പരാതി നൽകാതെ മടങ്ങിയതെന്നും പറയുന്നുണ്ട്. ഇത് സാധൂകരിക്കുന്നതിനുള്ള എല്ലാ തെളിവുകളും തന്റെ പക്കലുണ്ട് എന്നും ആവശ്യമെങ്കിൽ ആ തെളിവുകളൊക്കെ തന്നെ താൻ പുറത്തുവിടുമെന്നും പറയുകയാണ്. ഒപ്പം തന്നെ ഇപ്പോൾ അനിൽ ആന്റണി ശ്രമിക്കുന്നത് തന്നെ മോശക്കാരനാക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നതെന്നും ഇതിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും കൂടി അദ്ദേഹം വ്യക്തമാക്കുകയാണ്. അനുജ, അതാണ് TG നന്ദകുമാറിന്റെ പരാതി. അതിൽ സ്ഥിരീകരിച്ചുകൊണ്ട് PJ കുര്യൻ, അതിൽ തിരിച്ചടിച്ച് അനിൽ ആന്റണി. വിനീതയാണ് വിവരങ്ങൾ നൽകിയത്. പാലക്കാട് ചിറ്റിലഞ്ചേരിയിൽ മദ്യപാനത്തിനിടെ ഉണ്ടായ തർക്കത്തിനിടെ അടിയേറ്റയാൾ മരിച്ചു. ചിറ്റിലഞ്ചേരി സ്വദേശി രതീഷാണ് മരിച്ചത്. അയൽവാസി നൌഫലിനെ ആലത്തൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തു. നിഖിൽ പ്രമേഷ് വിവരങ്ങളുമായി. നിഖിൽ, ഈ വാർത്തയുടെ വിശദാംശങ്ങൾ. അനുജ, ഇന്ന് വൈകിട്ട് 4 മണിയോട് കൂടിയാണ് ഈ സംഭവം. പെരുന്നാൾ ദിനമാണ്, നമുക്കറിയാം. അധികം ആളുകളും ഇന്ന് അവധിയിലാണ്. വൈകിട്ട് ഏതാണ്ട് 4 മണിയോടുകൂടി മേലാർക്കോട് നൂൽനൂൽപ്പ് കേന്ദ്രത്തിന് മുന്നിൽ വെച്ച് ഇവർ മദ്യപിച്ചിരിക്കുകയാണ് ഇത്തരത്തിലൊരു തർക്കമുണ്ടായത് സുഹൃത്തുക്കൾ തമ്മിൽ. കൊല്ലപ്പെട്ട രതീഷും അടക്കം തന്നെ നൌഫലും ഒക്കെ അടുത്ത സുഹൃത്തുക്കളാണ്. ഇവർ മദ്യപാനത്തിനിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടെ അതൊരു തർക്കത്തിലേക്ക് പോവുകയും ആദ്യം ഒരു വാഗ്വാദം, പിന്നീട് ഒരു കയ്യേറ്റത്തിലേക്കും ഒക്കെ പോവുകയും തുടർന്നാണ് ഈ രതീഷിനെ മർദ്ദിക്കുന്ന സാഹചര്യം ഉണ്ടായത്. അടിയേറ്റ രതീഷ് അവിടെ വെച്ച് തന്നെ മരിക്കുകയായിരുന്നു എന്നുള്ളതാണ് സുഹൃത്തുക്കളടക്കം പറയുന്നത്. ഉടനെ തന്നെ പോലീസിനെ വിവരം അറിയിക്കുകയും പോലീസ് സംഭവ സ്ഥലത്ത് എത്തുകയും ചെയ്തു. ഇതിനോടകം തന്നെ ആലത്തൂർ പോലീസ് ഈ സംഭവത്തിൽ പ്രതിയായിട്ടുള്ള നൌഫലിനെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. വിശദമായി ഇദ്ദേഹത്തെ ചോദ്യം ചെയ്തു പോരുകയാണ്. മൃതദേഹം മറ്റു നടപടികൾക്ക് വേണ്ടി മാറ്റിയിട്ടുണ്ട്. ഈ ഇവരൊക്കെ അടുത്ത സുഹൃത്തുക്കൾ, കഴിഞ്ഞ കുറേയധികം നാളുകളായി വളരെയധികം അടുത്ത സുഹൃത്തുക്കളായിട്ടുള്ള ആളുകളാണ് ഇരുവരും. എന്നാൽ ഇന്ന് മദ്യപാനത്തിനിടെ ഉണ്ടായ ഒരു തർക്കമാണ് ഈ ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് നമുക്ക് പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. എന്തെങ്കിലും മുൻവൈരാഗ്യമോ മറ്റോ ഉണ്ടായിരുന്നതായുള്ള വിവരങ്ങൾ നിലവിൽ ലഭ്യമല്ല. പോലീസ് ഇത്തരം കാര്യങ്ങൾ പ്രതിയിൽ നിന്ന് ചോദിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ആലത്തൂർ പോലീസിന്റെ കസ്റ്റഡിയിലാണ് നിലവിൽ പ്രതിയുള്ളത്. നിഖിൽ പ്രമേഷാണ് വിവരങ്ങൾ നൽകിയത്. ഇന്ന് സംഭവിച്ച മറ്റൊരു വളരെ പ്രധാനപ്പെട്ട വാർത്ത, മാസപ്പടി കേസിൽ ചോദ്യം ചെയ്യൽ നടപടികളിലേക്ക് കടന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കരിമണൽ കമ്പനിയായ CMRL നോട്ടീസ് നൽകി. കമ്പനിയുടെ ഫിനാൻസ് ചുമതലയുള്ളയാൾ നാളെ ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാണ് നിർദ്ദേശം. എക്സാലോജിക് CMRL സാമ്പത്തിക ഇടപാടിലാണ് അന്വേഷണം. ശ്രീകാന്ത് വിവരങ്ങളുമായി. ശ്രീകാന്ത്, വരും ദിവസങ്ങളിൽ കൂടുതൽ പേരിലേക്ക് അന്വേഷണം കടക്കുന്നതിന്റെ മുന്നോടിയായുള്ള നടപടി എന്ന് വിലയിരുത്താമോ? കിട്ടുന്ന വിവരമനുസരിച്ച് ഏകദേശം 12 പേർക്ക് സമൻസ് ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിൽ ചില സംഘടനകൾ, സ്ഥാപനങ്ങൾ, വ്യക്തികൾ അങ്ങനെ പലരും ഉണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. അതിന്റെ ആദ്യ പടി എന്ന നിലയിലാണ് ഇപ്പോൾ CMRLന് നോട്ടീസ് അയച്ചിട്ടുള്ളത്. അതിന്റെ ഫിനാൻസ് വിഭാഗം ഉദ്യോഗസ്ഥനാണ് ഹാജരാകേണ്ടത് എന്ന വിവരം കിട്ടുകയും ചെയ്യുന്നുണ്ട്. നാളെ 10 മണിക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കൊച്ചി ആസ്ഥാനത്ത് ഹാജരാകാനാണ്, രേഖകളുമായി ഹാജരാകാനാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. നേരത്തെ ഇതിൽ കേസ് രജിസ്റ്റർ ചെയ്തതിന് തൊട്ടു പിന്നാലെയാണ് ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ തന്നെ അന്വേഷണവുമായി ED മുന്നോട്ട് പോകുന്നത്. നിലവിൽ കിട്ടുന്ന വിവരം പ്രകാരം എക്സാലോജിക്ക്, KICDC ഉൾപ്പെടെയുള്ളവയ്ക്കെതിരെ നോട്ടീസ് അധികം വൈകാതെ ഉണ്ടാകും. ഇവരോട് ആദ്യഘട്ടത്തിൽ രേഖകൾ ആവശ്യപ്പെടും. രേഖകൾ നൽകിയില്ലെങ്കിൽ റെയ്ഡ് അടക്കമുള്ള നടപടികൾ ഉണ്ടാകും. ശേഷമായിരിക്കും നോട്ടീസ് നൽകി ചോദ്യം ചെയ്യലുണ്ടാവുക. ഏതെങ്കിലും കാരണവശാൽ സഹകരിക്കാത്ത പക്ഷം ഇവരുടെ സ്വത്തടക്കം അത് കണ്ടുകെട്ടുന്ന നടപടിയിലേക്ക് വേണമെങ്കിലും ED കടക്കാനുള്ള സാധ്യതയുണ്ട്. മാസപ്പടി കേസിലാണ് ചോദ്യം ചെയ്യലിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടക്കുന്നത്. കരിമണൽ കമ്പനിയായ CMRLന് നോട്ടീസ് നൽകി നാളെ ഹാജരാകണമെന്നതാണ് നിർദ്ദേശം. നെടുമ്പാശ്ശേരിയിൽ ഗൂണ്ടാ നേതാവ് വിനു വിക്രമനെ വെട്ടിക്കൊന്ന കേസിൽ 2 പേർ പിടിയിൽ. കൊലപാതകത്തിൽ നേരിട്ട് പങ്കുള്ള നിതിൻ, ദീപക് എന്നിവരാണ് പിടിയിലായത്. ഗൂണ്ടാ സംഘങ്ങൾ തമ്മിലുള്ള പകയാണ് കൊലപാതക കാരണം. വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി. വിഷ്ണു, ഇപ്പോൾ ഗൂണ്ടാ സംഘങ്ങൾ തമ്മിലുള്ള ഒരു അക്രമം എന്ന തരത്തിലേക്കാണോ സംഭവത്തെ വിലയിരുത്തേണ്ടത്? അനുജ, 2019 ബിനോയ് വധക്കേസിലെ 1-ാം പ്രതിയാണ് കൊല്ലപ്പെട്ട വിനു. അതുമായി ബന്ധപ്പെട്ട് നിലവിൽ അയാൾക്കെതിരെ വലിയ ശത്രുതകൾ ഉണ്ടായിരുന്നു. നിലവിൽ പോലീസിൽ നിന്ന് ലഭിക്കുന്നത് വിവരങ്ങൾ അനുസരിച്ച് ഗുണ്ടാ സംഘങ്ങൾ തമ്മിലുള്ള കുടിപ്പക തന്നെയാണ് വിനുവിന്റെ കൊലപാതകത്തിൽ കലാശിച്ചതെന്നാണ്. ഇന്ന് 2 മണിയോടുകൂടിയാണ് വിനുവിനെ നെടുമ്പാശ്ശേരിയിൽ വെച്ച ഓട്ടോയിൽ കയറ്റിക്കൊണ്ടുപോയി വെട്ടി അതിഗുരുതരമായി 65ഓളം വെട്ടുകൾ ശരീരത്തിലുണ്ട്, അതിഗുരുതരമായി കൊലപ്പെടുത്തിയത്. അന്ന് തൊട്ട് പിന്നാലെ തന്നെ പോലീസ് ഈ ഓട്ടോ ഓടിച്ചിരുന്ന ആളെ കസ്റ്റഡിയിലെത്തുന്നു. അയാളിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിലവിൽ 2 പേരെ പോലീസ്
കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് നിതിൻ, അതോടൊപ്പം തന്നെ ദീപക്. ഇവർ രണ്ടുപേരും ചേർന്നാണ് ഈ കൊലപാതകം നടത്തിയതെന്ന് പോലീസ് ഉറപ്പിക്കുന്നുണ്ട്. അതായത് കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത ആളുകൾ ഇവർ രണ്ടുപേരുമാണ്. എന്നാൽ ഇത് ഗൂഢാലോചന നടത്തിയ ചില മറ്റാളുകൾ കൂടിയുണ്ട് എന്നൊരു പോലീസിന് വിലയിരുത്തലുണ്ട്. അതുകൊണ്ട് കൂടുതൽ അന്വേഷണം വ്യാപിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇവരുടെ അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തും. ഇവരെ നാളെ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം. അനുജ. വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്. പാനൂർ ബോംബ് സ്ഫോടന കേസ് അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ നിയോഗിക്കണമെന്നാവശ്യപ്പെട്ട് UDF തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. UDF വടകര പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയാണ് പരാതി നൽകിയത്. മിഥില ബാലൻ വിവരങ്ങളുമായി. മിഥില, ഈ വിഷയം തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ LDFന് തിരിച്ചടിയാകും എന്ന വിലയിരുത്തലുകൾ ഉണ്ടാകുന്നുണ്ട്. ആ സമയത്ത് ഇപ്പോൾ UDFന്റെ പരാതി എന്താണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയത്? അനുജ, UDF വടകര പാർലമെന്റ് കമ്മിറ്റിയും ഒപ്പം തന്നെ സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലും പരാതി നൽകിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, ഒപ്പം DGP, കോഴിക്കോട്, കണ്ണൂർ കളക്ടർമാർ എന്നിവർക്കാണ് പരാതി നൽകിയിട്ടുള്ളത്. ഈ സംഭവം ഉണ്ടായ ഉടൻ തന്നെ UDF ഉന്നയിക്കുന്ന ഒരു ആരോപണം എന്നത് ഈ ഒരു തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ, അതായത് പരാജയ ഭീതി മൂലം തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനാണ് CPM ഇത്തരം ഒരു ബോംബ് നിർമ്മാണം നടത്തിയതെന്ന ആരോപണമായിരുന്നു ഈ ഒരു സംഭവം ഉണ്ടായതിനു പിന്നാലെ UDF ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത്. ഇക്കാര്യങ്ങളെല്ലാം തന്നെയാണ് ഈ ഒരു പരാതിയിലുള്ളത്. മാത്രമല്ല, പോലീസിന്റെ അന്വേഷണം ഇപ്പോഴും എവിടെയും എത്തിയിട്ടില്ല. പോലീസ് അന്വേഷണത്തിൽ തൃപ്തിയില്ല. ആരെ ഉദ്ദേശിച്ചാണോ ഈ ബോംബ് ഉണ്ടാക്കിയത്, അത്തരം കാര്യങ്ങളൊന്നും കണ്ടെത്താൻ ഇതുവരെ പോലീസിന് കഴിഞ്ഞിട്ടില്ല. ഈ ഒരു സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെട്ട് സമഗ്രമായ ഒരു അന്വേഷണം വേണമെന്ന ഒരു ആവശ്യമാണ് ഈ ഒരു പരാതിയിലൂടെ UDFും ഒപ്പം തന്നെ സ്ഥാനാർത്ഥിയും മുന്നോട്ട് വെക്കുന്നത്. മാത്രമല്ല, ജനങ്ങളിൽ ഭീതി പരത്തി ഈ ഒരു തെരഞ്ഞെടുപ്പ് അലങ്കോലപ്പെടുത്താൻ അല്ലെങ്കിൽ അട്ടിമറിക്കാനുള്ള ഒരു ഗൂഢശ്രമം ഇതിന് പിന്നിലുണ്ട് എന്ന ഒരു ആരോപണവും ഈ പരാതിയിൽ ഉന്നയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന് പിന്നിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു ഗൂഢാലോചനയുണ്ടോ എന്ന് കണ്ടെത്തണമെന്നും തെരഞ്ഞെടുപ്പ് നല്ല രീതിയിൽ നടത്തണമെന്ന ഒരു ആവശ്യവുമാണ് ഈ ഒരു പരാതിയിലൂടെ ഇവർ മുന്നോട്ട് വെക്കുന്നത്. അനുജ. മിഥില ബാലനാണ് വിവരങ്ങൾ നൽകിയത്. ഇന്ന് സംഭവിച്ചത് അവസാനിക്കുന്നു. News 24 മെഗാ പ്രീപോൾ സർവേ.